കഴിഞ്ഞ ദിവസം സൗദിയിലെ തബൂക്കിൽ മഴക്കിടെ കൂറ്റൻ പാറകള് റോട്ടിലേക്ക് വീണിട്ട് റോഡ് തടസ്സപ്പെട്ടപ്പോ കുറച്ച് സൗദികള് ആ തടസ്സം നീക്കുന്ന രംഗാണിട്ടത്. ഈ ഒരു പ്രവർത്തിക്കുണ്ടല്ലോ, ലോകത്ത് തന്നെ ഇവരെ കഴിച്ചു വെക്കാൻ വേറെ ജനങ്ങളില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. റോട്ടിൽ വണ്ടി കേടായിട്ട് ബുദ്ധിമുട്ടായി നിൽക്കുന്ന അവസരത്തിൽ ദൈവദൂതരെ പോലെ ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് പ്രവാസികൾക്ക് അനുഭവം ഉണ്ടാവും. ഞാൻ ഒരു ദിവസം രാവിലെ റേഡിയേറ്ററിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ടോപ്പ് അടയ്ക്കാൻ മറന്നുപോയി. അതിന്റെ മുകളിൽ വെച്ചിട്ട് പോയതിന് ഒരു ദിവസം ഉച്ച ആയപ്പോ വണ്ടി ഹീറ്റ് ആയിട്ടുണ്ട്. ബോണറ്റിന്റെ ഉള്ളിൽ നിന്ന് പുകയും മണൊക്കെ പാടെ വന്നിട്ട് വണ്ടി ഓഫായി പോയി. ഞാൻ ഇറങ്ങി നോക്കുമ്പോ ആകെ ബോണറ്റ് തുറന്നു നോക്കിയപ്പം ചൂടായിട്ട് ആകെ വെള്ളമൊക്കെ നിറഞ്ഞ് ചിന്തി ആകെ നാശമായി. ഞാൻ വിചാരിച്ചു ഇഞ്ചിനൊക്കെ പോയിരിക്കുന്നു. അങ്ങനെ വിഷമിച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നട്ടുച്ച വെയിലത്ത് ഒരു 12:30-1 മണി ടൈമിന് പെരുംചൂടത്ത് ആ റോട്ടിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിലുണ്ട് ഒരു സൗദി ലാൻഡ് ക്രൂസർ പുതിയ മോഡൽ വണ്ടിയിലെ കൂളിംഗ് ഗ്ലാസും വെള്ളിയൊക്കെ ഇട്ടിട്ട് മൂപ്പരിങ്ങനെ പാസ് ചെയ്യുന്ന അവസരത്തിൽ ഞാൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ആ പുതിയ മോഡൽ ലാൻഡ് ക്രൂസർ ഏസിട്ട് പോകുന്ന ഓന് വണ്ടി സൈഡാക്കിയിട്ട് പെരും ചൂടത്ത് എന്റെ അടുത്തേക്ക് ഓൻ വന്നിട്ട് എന്നോട് ചോദിക്കുക മുഷ്കിൽ എന്താണ്? ഞാൻ പറഞ്ഞു സിയാർ അങ്ങനെ മാഫിയ ഖോഫ് എന്താ ഇൻഷാല്ല മാഫിയ ഖറാബ് എന്ന് പറഞ്ഞിട്ട് മൂപ്പരെ വണ്ടിയിൽ നിന്ന് ഒരു ക്യാൻ എടുത്തിട്ട് അടുത്തുള്ള ബറാതെ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് എന്റെ വണ്ടിയിൽ നിന്ന് ഒഴിച്ചിട്ട് ആ ചൂടത്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം മൂപ്പരനെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഇൻഷാല്ല മാഫി ഖറാബ് മുറൂഹ ഷുഗുൽ എന്ന് പറഞ്ഞു. ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അനക്ക് ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് മൂപ്പരുണ്ടല്ലോ വണ്ടി സ്റ്റാർട്ടാക്കി എന്നെ അവിടെ ഇരുത്തിച്ചിട്ട് ഒരു പ്രശ്നമില്ല ഈ ധൈര്യമായിട്ട് പോയിക്കോന്ന് പറഞ്ഞു. അയ്യ ഹിദ്മ കലാമാനാന്ന് പറഞ്ഞു. മൂപ്പർ അങ്ങോട്ട് പോയി. അതുപോലെ തന്നെ മരുഭൂമിയില് വണ്ടി കുടുങ്ങിയിട്ട് ഇതേപോലെ തന്നെ ലാൻഡ് ക്രൂസറിൽ ഒരു സൗദി വന്നിട്ട് കെട്ടി വലിച്ചിട്ട് മൂപ്പർ സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് എടുത്തുപോയി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും ഇങ്ങനത്തെ തടസ്സങ്ങൾ നിൽക്കുക, ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ സഹായിക്കാന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു ഹരാണ് കേട്ടോ. ഉള്ള പറഞ്ഞെന്താ, അതിൽ ഇവര് വെയിലോ ചൂടോ ഒന്നും നോക്കൂല, ജീവൻ പണയം വെച്ച് തന്നെ ചിലപ്പോ നമ്മളെ രക്ഷിക്കും. അമ്മാതിരി മനുഷ്യന്മാരാ. ഇക്കാര്യത്തിൽ ഇവരെ വെല്ലാൻ വേറെ ജനങ്ങളില്ല. കൊടുക്കണം മക്കളെ സല്യൂട്ട് വലുത്.